ഓക്കെ, നമുക്കപ്പൊ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആ സെക്കൻഡ് സുരഭി മാമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ടെസ്റ്റ് അടുത്ത ആഴ്ച, ഈ ആഴ്ച തന്നെ കാണും കേട്ടോ. ഒന്ന് ചോദിച്ചാൽ മതി. ഓർ ഷി വിൽ ഇൻഫോം യു. ഓക്കെ ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് സെക്കൻഡ് ലെവല് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ സെക്കൻഡ് ലെവൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ ഈ ലെവലിൽ നമ്മൾ പഠിക്കുന്നത് 3 ടേബിൾസ് ആയിരിക്കും. 3 ടേബിൾസ് ആണ്. ബി ബി ടേബിള്, ഹാവ് ടേബിള്, ഡു ടേബിള്. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ഈ ടേബിളുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ബി ടേബിള്, ഹാവ് ടേബിൾ, ഡു ടേബിൾ. അതിലെ ആദ്യത്തെ ടേബിൾ ആണ് ബി എന്ന് പറയുന്നത്. ബിയുടെ അർത്ഥം ആണ്, ആകുന്നു, ആയിരുന്നു എന്നുള്ള പല അർത്ഥങ്ങളാണ് ബിക്കുള്ളത്. പക്ഷെ അതിന് കുറെ വേർഡ്സുകൾ, വി ആർ യൂസിങ് ഡിഫറെന്റ് വേർഡ്സ് ടു ഷോ ദിസ് ആകുന്നു എന്നുള്ളൊരു സാധനം. അത് ഓൾറെഡി അറിയാം. ഞാൻ ഒറ്റയടിക്ക് തന്നെ ഇത് പറഞ്ഞു പോവാം. ഇപ്പൊ ഞാൻ ഒരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പി ആകുന്നു, അവള് നല്ലൊരു കുട്ടിയാകുന്നു. അപ്പൊ ആണ്, ആകുന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ആം ആണ് യൂസ് ചെയ്യുന്നത്. ഐയുടെ കൂടെ ആം ആണ്. ഓൾറെഡി യു നോ ദാറ്റ്, isn't it? എന്നാൽ പാസ്റ്റ് പറയാനായിട്ടാണെങ്കിലോ, വാട്ട്, ഞാനൊരു നല്ല കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു പാവമായിരുന്നു. ഐ ഐ വാസ് എ. ഇനി ഫ്യൂച്ചറിലാണെങ്കിലോ, ഞാൻ ആകും, ഞാനൊരു നല്ല മനുഷ്യനാകും, അല്ലെങ്കിൽ ഞാനൊരു റിച്ച് ആകും. ഞാൻ റിച്ച് ആകും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പിശുക്കനാകും, ഞാൻ നല്ലവനാകും. അങ്ങനെയൊക്കെ പറയാനായിട്ട് എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? ഹിയർ ഇറ്റ് ഈസ് ഓൾറെഡി ദയർ. നോക്കി പറയാലോ വിൽ എന്താണ്. ബി ഐ വിൽ ബി. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പോ ആമും വാസും വിൽ ബിയും വെച്ച് സെന്റൻസ് എന്ന് പറയാവോ? ഐ എം എ ഗുഡ് ബോയ്. ആ ഐ വാസ് എ സ്റ്റുഡന്റ്. ആ ഐ വിൽ ബി റിച്ച്. ഐ വിൽ ബി എ റിച്ച് മാൻ, അല്ലെങ്കിൽ ഐ വിൽ ബി റിച്ച്. ഞാൻ ഒരു റിച്ച് മനുഷ്യനാ, ഒരു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ എന്ന് പറയുന്നത്. ഐ വിൽ ബി എ റിച്ച് പേഴ്സൺ, ഐ വിൽ ബി എ റിച്ച് മാൻ. നെക്സ്റ്റ് വൺ, ഹി ഷീ ഇറ്റ് എന്ന് പറയുന്ന ആ സാധനം വരുവാണെങ്കിൽ, ഈ റെഡ് മാർക്ക് കൊണ്ട് എഴുതിയിരിക്കുന്നത് ഹി ഷീ ഇറ്റ് എന്ന് പറഞ്ഞാൽ, ഹി എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ അല്ലെ? ഷീ എന്ന് പറഞ്ഞാലും ഒരാളെ ഉള്ളൂ. ഇറ്റ് എന്ന് പറഞ്ഞാലോ ഒരെണ്ണവേ ഉള്ളൂ. മനുഷ്യനല്ലാത്ത സാധനങ്ങളെ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യുന്നത്. മനുഷ്യർക്ക് നമ്മൾ ഇറ്റ് പറയത്തില്ല. അതുപോലെ സിംഗുലർ ആയിട്ടുള്ള എന്തും. ഓക്കെ, സിംഗുലർ മീൻസ് ഓൺലി വൺ. അപ്പൊ അവിടെയല്ല നമ്മൾ ഇസ് ആണ് ഉപയോഗിക്കേണ്ടത്. ആണ്, ആകുന്നു എന്ന് പറയാം. അവൻ റിച്ച് ആണ്, അപ്പൊ എന്ത് പറയും? അവൻ റിച്ച് ആണ്. ഹീസ് റിച്ച്. ഹി ഈസ് റിച്ച്. എ വെറുതെ ചേർക്കണ്ട, അവൻ റിച്ച് ആണ്. ഓക്കെ ഹീസ് റിച്ച്. ഹീസ് അവൻ ഒരു കള്ളനാണ്. ഹീസ് തീഫ്. ഹി ഈസ് തീഫ്. ഒരു എന്ന് ചേർക്കുവാണെങ്കിൽ അവൻ ഒരു കള്ളനാണെന്ന് പറയാം. അവനൊരു കള്ളനാണെന്ന് പറയാൻ ഹീസ് എ തീഫ് അല്ലേ? അവൻ ഒരു ഭയങ്കര കുസൃതിക്കാരനാണ്, അല്ലെങ്കിൽ ഭയങ്കര കുസൃതിയും ഇതൊക്കെയാണ്. അപ്പം ഹി ഈസ് നോട്ടി. നോട്ടി, നോട്ടി കേട്ടിട്ടില്ലേ? ഓക്കെ. ഇനി അവനായിരുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ അവളായിരുന്നു എന്ന് പറയാൻ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. വാസ്. അപ്പൊ വാസ് കൊണ്ട് സെന്റൻസ് പറയാം. വാസ്, ടെൽ മീ. he was he was he was a criminal. ഹി വാസ് എ ക്രിമിനൽ. ഇനി അവൻ ക്രിമിനൽ ആകും എന്ന് എങ്ങനെ പറയും? He will be a criminal. അവൻ ഒരു ക്രിമിനൽ ആകും. ഹി വിൽ ബി എ ക്രിമിനൽ. ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട്സ്? ഡു യു ഹാവ് എനി Yes. ഡൗട്ട്സ്? ഒരു ഡൗട്ടും ഇല്ല. No. അപ്പൊ ആണ്, ആയിരുന്നു, ആകും. ഇനി ഈ പറയുന്ന യു, ദേ, വി, പ്ലൂറൽ, ഈ പറയുന്ന വേർഡ്സ് വരുവാണെങ്കിൽ അവിടെ യു എന്ന് പറയുമ്പം ഒരാളെ ഉദ്ദേശിക്കാം, കുറെ പേരെ ഉദ്ദേശിക്കാം. അപ്പൊ നമ്മൾ യുവിനെ എന്തായാലും പ്ലൂറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചിലര് യു വാസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? യു വാസ് തെറ്റല്ലേ? Yes. യു ഇസോ യു വാസ് എന്നൊന്നും പറയത്തില്ല. യു എപ്പോഴും പ്ലൂറൽ ആണ്. അപ്പൊ യു ആർ, അല്ലെങ്കിൽ വി ആർ, ദേ ആർ, ബോയ്സ് ആർ, അവിടെ എല്ലാം ആർ ആണ് യൂസ് ചെയ്യേണ്ടത്. യു അണ്ടർസ്റ്റാൻഡ്? Okay. ആ Yeah. അപ്പൊ ആയിരുന്നു എന്ന് പറയാനായിട്ടാണെങ്കിലോ, ഞാൻ റിച്ച് ആയിരുന്നു, അപ്പൊ ഞാൻ പുവർ ആണ്.
സോ ഞാനല്ല, അവര് ഞാൻ റിച്ച് ആയിരുന്നു. അവര് റിച്ച് ആയിരുന്നു. average. ആ, ദേ വേർ റിച്ച്. ഇനി അവര് റിച്ച് ആകും. They will be rich. Will ആ, be ദേ rich. വിൽ ദേ വിൽ ബി റിച്ച്. അപ്പൊ ബി ടേബിൾ ഇത്രയേ ഉള്ളൂ. ഉം, Oh, okay. ഇത്രയേ ഉള്ളൂ. ആ, ഇനി ആ, ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ അവൻ റിച്ച് ആകുമോ എന്നെങ്ങനെ ചോദിക്കും? അവൻ റിച്ച് ആകുമോ? അവൻ rich ആകുമോ? ആ, ഏഹ്, ഒന്ന് എഴുതി നോക്കൂ. ക്യാൻ യു വി- പ്ലീസ് റൈറ്റ്? അവൻ will you be rich? വിൽ ഹി ബി റിച്ച്? അവനല്ലേ? Oh, ഉം. ആ, Will he be rich? വിൽ ഹി ബി റിച്ച്? വിൽ ഹി ബി റിച്ച് അല്ലേ? ആ, അവൻ റിച്ച്, അവള് റിച്ച് ആകത്തില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? അവള് റിച്ച് ആകത്തില്ലേ? അവള് റിച്ച് ആകില്ലേ? Will she be rich? ആകത്തില്ലേ എന്നാണ് ചോദിച്ചത്, ആകില്ലേ എന്നാണ് ചോദിച്ചത്, ആകുമോ എന്നല്ല. Won't she be rich? കറക്റ്റ്. വോണ്ട് ഷീ ബി റിച്ച്? Okay. ഇത് നോക്കിക്കോ. ആ, ഞാനൊരു ഡോക്ടറാണ്. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? I'm a doctor. ആ, അപ്പൊ അതിന്റെ 4 സെന്റൻസുകൾ എങ്ങനെ വരും? ഞാനൊരു ഡോക്ടറാണോ, ഞാനൊരു ഡോക്ടർ അല്ല, ഞാനൊരു ഡോക്ടർ അല്ലേ എന്നെങ്ങനെ ചോദിക്കും? I'm a doctor. ആഹ് ഉം. ആഹ് ആഹ് ഞാനൊരു ഡോക്ടർ ആണോന്നോ? ആ, ഏഹ്, അങ്ങനെ വരുമോ? ആം ഐ എ ഡോക്ടർ വരും. ആം ഐ എ ഡോക്ടർ വരും. ആ, ഞാൻ ആം ഐ എ ഡോക്ടർ അല്ല. ഡോക്ടർ? ആ, ഞാൻ ഡോക്ടർ അല്ല. ഐ ആം നോട്ട് എ ഡോക്ടർ. ആ, ഞാൻ ഡോക്ടർ അല്ലേ. ആ, ആറിന്റെ ഡോക്ടർ. ആ, അവിടെ ഞാൻ ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ ആം നോട്ട് ഐ അല്ലെങ്കിൽ ആമിൻറ്റ് ഐ എന്ന് യൂസ് ചെയ്യും. പക്ഷെ കൂടുതലും നമ്മൾ റെസ്പോൺസ് ഗ്രമാറ്റിക്കൽ കറക്റ്റ് ആയിട്ട് പറയുന്നത് ആറിന്റെ ഐ ആണ്. അത് മാത്രമേ ഉള്ളൂ ഒരു എക്സെപ്ഷൻ. സോ ആറിന്റെ ഐ ഡോക്ടർ, ഞാൻ ഡോക്ടർ അല്ലേ, ഞാൻ പാവമല്ലേ, അല്ലെങ്കിൽ ഞാൻ റിച്ച് അല്ലേ, ആറിന്റെ ഐ റിച്ച്, ആറിന്റെ ഐ കാം ആൻഡ് ക്വയറ്റ്, ഞാൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് അല്ലേ, ആറിന്റെ ഐ. മനസ്സിലായോ? ആറിന്റെ. ആ, യാ. അടുത്തത്. ആ, നീ ട്രെയിനറാണ്. നീ ഒരു ട്രെയിനറാണ്. അതെങ്ങനെ പറയും? യു ആർ എ ട്രെയിനർ. ആ, നീ ഒരു ട്രെയിനർ അല്ലേ എന്ന് എങ്ങനെ ചോദിക്കും? ഓ, യു വേർ ആർ യു ട്രെയിനർ? ആ, അത് ഞാൻ ട്രെയിനർ ആണോ? ആ, ആ, ട്രെയിനർ അല്ലേന്നോ? ആ, ഞാനൊരു ട്രെയിനർ അല്ലേ, നീ ഒരു ട്രെയിനർ അല്ലേ? ആ, ആറിന്റെ ട്രെയിനർ. ആറന്റ് യു എ ട്രെയിനർ? ആറന്റ് യു ആറിന്റെ എ ട്രെയിനർ? ട്രെയിനർ. ആറന്റ് യു മിസ് ആയല്ലേ. അടുത്തത്. ആ, നീ ഒരു ട്രെയിനർ ആയിരുന്നു. അതെങ്ങനെ പറയും? യു വേർ എ ട്രെയിനർ. ആ, നീ ട്രെയിനർ ആയിരുന്നില്ല. യു വേർ യു വേറന്റ് ആ, യു എ ട്രെയിനർ. വേറന്റ് യു വേറന്റ് എ ട്രെയിനർ. നീ ഒരു ട്രെയിനർ ആയിരുന്നോ? ആർ യു എ ട്രെയിനർ? നീ ആയിരുന്നോ? ഒരു ആറിന്റെ. നീ നീ ഒരു ട്രെയിനർ ആയിരുന്നോ? ആയിരുന്നോ? ആ, വേർ യു എ ട്രെയിനർ? ആ, ഓക്കെ. അപ്പൊ ഫെബിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഗുഡ് തിങ്. സെബിൻ നോ. ഗോഡ്സൺ. ഞാനെന്താ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞത്? സെബിൻ. ഫെബിൻ. സോറി ഗോഡ്സൺ. യെസ്. അപ്പൊ ഗോഡ്സൺ നല്ലപോലെ റെസ്പോൺസും അതുപോലെ ക്വിക്ക് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആഴ്ച കൊണ്ട് തന്നെ ഫെബിൻ അല്ല ഗോഡ്സിന്റെ ക്ലാസ് തീർക്കാൻ പറ്റും. ഈ ഗോഡ്സ് എന്നുള്ള പേരില്ലേ ഇപ്പൊ ഇടയ്ക്കല്ലേ ആ, യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ. മൈ ബാഡ്. യെസ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി അല്ലേ? യു ഡോണ്ട് ഹാവ് എനി ഡൗട്ട്സ്? യെസ്. ഡോണ്ട് യു ഹാവ് എനി ഡൗട്ട്സ്? ഇല്ല. വിൽ ബി നോക്കില്ല. വിൽ ബി നോക്കിയില്ല. ആ, എന്നാ വിൽ ബി വെച്ചൊരു സെന്റൻസ് പറഞ്ഞു ഇഷ്ടമുള്ള. ഇത് വേണ്ട, വേറെ എന്തെങ്കിലും. വി വിൽ ബി എ ഗുഡ് ക്രിക്കറ്റ് പ്ലേയേഴ്സ്. ഞങ്ങൾ നല്ല ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആവും.
ആ second അതപ്പോ one. അതെങ്ങനെയാ പറയുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിൽ ബി വെച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാനത് സ്ട്രെസ് ചെയ്യാതിരുന്നത്. അപ്പോ നമ്മൾ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആകും അല്ലേ? അപ്പൊ അതെങ്ങനെ പറയും? വി വിൽ ബി. Yes. ആ വി വിൽ ബി. We will be a good cricket players. ഈ എ ഇല്ലേ, നമ്മൾ വെറുതെ ചേർക്കരുത്. എ എന്ന് പറയുമ്പം ഒരു എന്നാണ്. ഒരു നമ്മൾ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകും എന്ന് പറയാൻ വി വിൽ ബി എ ഗുഡ് ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയാം. കുറെ പേരുള്ളപ്പം എയുടെ ആവശ്യമില്ല. വി വിൽ ബി ഗുഡ് ക്രിക്കറ്റ് good പ്ലെയേഴ്സ്. cricket players. പ്ലെയേഴ്സ്. ആ Okay. അതെഴുതിയോ? ആ ആ അപ്പൊ ഇനി അത് നമ്മള് നല്ല ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആകുമോ എന്നെങ്ങനെ ചോദിക്കും? will we be a good cricket players? വിൽ വി ബി ഗുഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. എന്റെ പൊന്നു, എന്ത് വലിയ സെന്റൻസ് ആണ്! വിൽ വി ബി ഗുഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. കറക്റ്റ് അല്ലേ? അർത്ഥം അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആകുമോ. ആകുമോ. ഇനി ഇനി നിങ്ങൾ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആകത്തില്ല എന്ന് എങ്ങനെ പറയും? We won't be good ഗുഡ്. cricket players. കറക്റ്റ്. അതെ. ഇനി അത് തിരിച്ചിടുമ്പോ നമ്മള് നല്ല ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആകില്ലേ ഗോഡ്സൺ? നമ്മള് ആ Won't we be good cricket players? വോണ്ട് വി ബി ഗുഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. കറക്റ്റ്. അപ്പോ ഫസ്റ്റ് പാർട്ട് ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ തീർത്തും മിടുക്കൻ. ഓക്കെ, ഗുഡ്. അപ്പോ ഇതാണ് അതിന്റെ മലയാളം ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഹാവ് എ ഗ്ലാൻസ്. അപ്പൊ പ്രസന്റ് എന്ന് പറയുമ്പം ആണ്, ആണോ, അല്ല, അല്ലേ, അല്ലെങ്കിൽ ആകുന്നു, ആകുന്നോ, ആകുന്നില്ല, ആകുന്നില്ലേ. പാസ്റ്റ് ആവുമ്പം ആയിരുന്നു, ആയിരുന്നോ, ആയിരുന്നില്ല, ആയിരുന്നില്ലേ. ആ ഹി വാസ്, ആയിരുന്നു എന്ന് പറയാൻ ഹി വാസ് എ ഗുഡ് പേഴ്സൺ. വാസ് ഹി എ ഗുഡ് പേഴ്സൺ? ഹി വാസന്റ് എ ഗുഡ് പേഴ്സൺ. വാസന്റ് ഹി എ ഗുഡ് പേഴ്സൺ? ആയിരുന്നില്ലേ? അല്ലെ? കിട്ടുന്നില്ലേ? ആ ഫ്യൂച്ചർ ആവുമ്പോ ആകും, ആകുമോ, ആകില്ല, ആകില്ലേ. നീ നല്ലവനാകത്തില്ലേ? നീ ഇനി മദ്യപിക്കത്തില്ലേ? മദ്യപിക്കുമോ? അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്. നീ ഇനി സിഗരറ്റ് വലിക്കുവോ? അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്. ആ ബില്യു. ആ ബില്യു അങ്ങോട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, ഇപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഉള്ള കാര്യം. ഓക്കെ, നീ ഒരു നല്ല സുഹൃത്താവും. വിൽ യു ബി മൈ ബെറ്റർ ഹാഫ്? നീ എന്റെ ബെറ്റർ ഹാഫ് ആകുമോ? വിൽ യു ബി മൈ ബെറ്റർ ഹാഫ്? അല്ലേ? ആ വൈഫിനോട് ചോദിക്കാം, വിൽ യു ബി മൈ ബെറ്റർ ഹാഫ്? ആ സോ ക്ലിയർ അല്ലേ? So now let's move to the speaking part. Shall I play an audio so that you can just listen to that? ഇന്നലെ നമ്മളത് ചെയ്തായിരുന്നോ? So the same thing we can do. Now can you see the screen? Yeah. എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എങ്ങനെ പറയുന്നത്? ഐ എങ്ങനെ പറയും? ഐ സീ എന്നാണോ? ഐ ക്യാൻ സീ. എനിക്ക് കാണാൻ കഴിയും. ഐ ക്യാൻ സീ ദ സ്ക്രീൻ. ഇതറിയത്തില്ലേ? അതറിയത്തില്ലേ? എനിക്ക് കാണാൻ കഴിയും. ഞാൻ അതൊക്കെ മറ്റേ ഈ സാധനങ്ങളൊക്കെ വരുന്ന വഴി ഞാൻ പഠിപ്പിച്ചു തരാം. പെട്ടെന്ന് പഠിച്ചാൽ പെട്ടെന്ന് വേറെ പണി തരാം ഞാൻ. ഓക്കെ. അപ്പോ ആക്ടേഴ്സ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വേറൊരു ടോപ്പിക് ആണ്. ആർ യു റെഡി? സ്പീഡ് കൂട്ടി നോർമൽ സ്പീഡ് മതിയോ അതോ ഒരു സ്പീഡ് കുറയ്ക്കണോ? വാട്ട് ഷുഡ് ഐ ഡു? ഇന്നലത്തെ സ്പീഡ് പോലെ മതി. എന്നാ ഇന്നലത്തെ സ്പീഡാണ്. listenerminute.com Anti-aging creams. The other day I saw an advert on the internet asking for volunteers to test a new skin cream. It was an anti-aging product. How is it possible for a cream or lotion to stop us looking old?
I don't think any skincare goods can make us look younger. I certainly don't believe cosmetics companies that say their expensive creams can remove wrinkles. They just want to make lots of money. Why do people believe them? How do they know their creams work? They did not test their products on thousands of people over 50 years. I think if a person uses an anti-aging cream for 50 years, they would not even look a year younger when they are 60. This means it's a huge waste of money. Only healthy living can keep us looking younger. Kindly. Yes. So, after listening to this audio, did you understand anything? This person What? talking about skin creams. Using the Uh, skin creams. anti-aging creams or any other creams, fairness creams. Yeah. It can be. And that's not good for the health and losing money. And the skin protection is our വരട്ടെ. body ഒരു or വട്ടം ഇതിന്റെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നു. ഡു യു വോണ്ട് ടു റീഡ് ദ ടെക്സ്റ്റ് ഓഫ് ദിസ് yes. ലിസ്ണിംഗ് ടാസ്ക്? എന്നിട്ട് ഇത് നോക്കി Yeah. പറയരുത്, ജസ്റ്റ് ഒന്ന് ധാരാളമായിട്ട് വായിക്കുക, മനസ്സിരുത്തി വായിക്കുക, then you can speak out. Okay. This one. Okay. Yes. So let me change this screen. Now you can talk on the topic, and also you can share your viewpoint, your perspective. The skincare routine creams companies make a huge profit in the cream making and distribution. This cream not not used for use for our skin, and we don't use we can't We can't. we can't no, we using this cream, we don't our face not younger. Okay, sorry. It can't make our face younger, isn't it? Yes, and our skin protection is our health routine. Our skin care is based on skin can become the way that we want through our routine. Yes. How? We use the good food, eat good food, and natural remedies using for the face. Okay, let me ask you something. That is, does anyone in your family use this skincare products? Yes, I know. Ladies also using so many skincare products in very What about expensive. your wife and you yourself?
Do you use? I'm not. No. I'm not using any skin. And what about your wife? Does she use? Because she's Sometimes, sometimes. some yeah, he's using Is it a sunscreen? sunscreen and lipsticks, moisturizers, Moisturizers. famous And companies. It's very expensive. then have you ever tried any of those items borrowing from Sometimes, your wife? sometimes Yes. I try. Like sunscreen, isn't it? Before, if you are just going out, isn't it? If you're Yeah, going out, you this apply time is sunscreen. Hmm. this time So, is very hot outside. uh-huh, uh. So does it work? Does it really work? I don't know. I using only Hmm. 1 2 times. Oh, one or two Maybe times. this type of product using regularly. Hmm. Then it can protect us from tanning, isn't it? Yeah. Uh, so what's your idea, or how will you advise your wife regarding the usage of these creams? No. No. It is her freedom, isn't it? I don't It's know. her. Uh, I don't know what is this. That's why uh, uh. I don't ഉപദേശിക്കുന്നില്ല. I don't advise her. Hmm. I don't advise her. What about your mother? Will she apply anything? No. It's using it's Fair and Lovely. Only one item. I, s- I Your saw mother also sometimes. uses. Yes. Okay. So, Mm. have you ever hit the gym? Me, Hmm. Yes. I going, you know, I went to 6 months ago. Uh, Only I 6 months. I used to go to the gym. Like I Yeah, went to the gym 6 months before. I stopped, yeah, isn't it? Then you yeah. I stopped. stopped. Uh, I did. Gym didn't work my body. Why? I don't know. Maybe you should have protein intake, isn't it? I'm I'm not I'm not eating more food. Hmm. You That's eat why. only a small amount of food, isn't it? Yeah, Why? yeah. That's why you are remaining slim, isn't it? That's enough. That's enough. That's enough. That Uh, yeah. അത് മതി എനിക്ക്. that's enough for me. Then what Yeah. about your cravings? Like sometimes you feel like eating or drinking some Sharjah shakes or any other uh, junk food. Then will you eat such kind of food items? I don't like junk food. I like Ah, only ah, ചോറും കറി. I like only rice and Kerala cuisine, Yeah. rice and curry. Uh-huh. I'm seeing a person like you for the first time because people are always interested in eating this porota, that is chicken curry, deep fry, and all things, shawarma, then burger, mayonnaise, and all, then alfamado. You are not, you don't like such food? I like, but I don't like eating every time. Ah. So, how often do you eat such junk food? How? I Often do don't you eat? understand. ഇത് നമ്മൾ മറ്റേ ലെവൽ 1 പഠിച്ചതാണ്. എത്ര തവണ കഴിക്കാറുണ്ട്? ഹൗ ഓഫൺ ഡു യു? എത്ര തവണ കഴിക്കാറുണ്ട്? ഹൗ ഓഫൺ? Uh, Sometimes ആ week, no, monthly 1 or 2. വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്വൈസ് ഇൻ Yeah, എ മന്ത്. അല്ലെങ്കിൽ യു ക്യാൻ സേ റെയർലി. several times. റെയർലി Yeah, rarely. ഇടയ്ക്ക്, റെയർലി അല്ലെങ്കിൽ സെൽഡം. ഐ സെൽഡം ഈറ്റ് ജങ്ക് ഫുഡ്. So do you like eating vegetables, raw vegetables? No. Yeah, I like it. Uh-huh. Because you are living in UK, isn't it? Not you. Yes, Ah, so there, people are usually eating such kind of salads and all. That's why I asked. yeah. I'm Mm. going to the last London trip. I eaten the raw oyster.
Uh-huh. I ate oyster. Uh-huh. How did Eight. I ate raw oyster, and how did it taste? It's uh, Uh, sea wa drinking seawater taste. oh. And did your wife try? No. He's Uh, shouting. She shouting me. she shouted at me. അല്ലെ എന്നോട് Yeah, ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ no, you don't do that. You don't do that. please don't do that. How did you eat that? I too feel some kind of irritation. I kind of weirdness I feel. I I saw that type of videos in YouTube. Uh-huh. That's why my uh, uh, I ഒരിക്കലും ട്രൈ ചെയ്യണമെന്ന്. Uh. I thought of giving it a shot. Give it a shot എന്ന് കേട്ടിട്ടില്ല. Just give it a shot. Yeah, So I just that's why give it. I saw the market. I ate the Uh, food. yes. But people from Korea and Thailand areas, they eat Yeah, these yeah. raw kind of things, right? In so many Thailand people's eating the big oysters. I'm trying the small oyster. Uh, The oh, Thailand people and Korean people is eating big so oysters. that particular oyster, was it seasoned with anything else like salt or pepper powder, As something like that? I was try in I bought two shells and Hmm. I eat one is very raw, not including not not Uh, and it second one using the lemon uh, and one sauce. lemon and sauce. Yes. And how much did it cost? It's 3 pound, When two converted small into shells, Indian money? When converted into 300 Indian, 300 300 rupees. rupees around. So you could have gone to the beaches in Kerala and could have eaten all these things freely, isn't it? In a No, free. no, 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 Uh, no, no, no. Indian oysters is not good. It's not mm. hygienic. This oysters is very hygienic. That's Ah, why we are eating. that means they might have cleaned it, isn't it? Yeah, Cleaned it correctly. that's not hygiene. When it's eating, we have poisoning We will be poisoned. and food poison. Food poison. Okay. Anyway, that was good. It was a good try, isn't it? You like trying new things like these Yeah, yeah. things? I- It's other next time I will try Uh, sushi Sushi. Yes, in raw I've fish, heard about that. Yes. raw Uh, fish and rice. mm, okay, you can try. You can try. Then in Thailand, we can find this rat fry, lizard fry, and all other Yeah, yeah. cockroach and all, all those insects and things like that. Crocodile, snake fry. അവിടെ Yeah. പോകാൻ കഴിയുവാണെങ്കിൽ എന്നങ്ങനെ Mm. പറഞ്ഞു. If I get a chance to go there, Go there, I will try. snake fry. Will you eat snake fry? Yeah, Mm, yeah. but your wife will definitely keep a Beat great me. distance. Yes, definitely. That's for sure. Yes. So is she listening to our class? Yeah, yeah. Mm. Then anything else? Do you want to say anything else on this topic? No. Anti-aging creams? No. And what are your plans after this class? We are going to the shop. We purchase some chicken and vegetables, milk. Mm. Mm. And what are you preparing for your dinner? Yeah, no, it is chicken curry. Chicken curry. Yeah. So our session has ended and we will continue it Yeah, on the next day. When will you be available? No idea. maybe next Monday. Next Monday. Okay. So thank you. We will see on next Monday. Yeah, thank you.